ഈശോയെ ഈ ദിവസത്തിനകത്ത് നന്ദി പറയുന്നു. കൃത്യമാമിതം ജിൻസിന്റെ എല്ലാ ശുശ്രൂഷകളിലൂടെ ഈ ദേശത്തിനു വേണ്ടി ആ മകന്റെ എല്ലാ ശുശ്രൂഷകളുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, കീഴ്പിൽ ജ്വലിച്ചുകൊണ്ട് നിനക്കൊണ്ട് ഓടി നടക്കുന്ന ആ മകന്റെ അധ്വാനവും പ്രാർത്ഥന ഫലമാണല്ലോ ഈ കൂട്ടായ്മ. എങ്കിൽ ആ മകനെ ഓർത്തും കുടുംബത്തെ ഓർത്തുകൊണ്ടും ഈ കൂട്ടായ്മ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇനിയുള്ള ഞങ്ങളുടെ കൊച്ചു കൂട്ടായ്മയിലൂടെ ഈ മക്കളിതാ ഈ ഭവനത്തിലേക്ക് ഈ ശുശ്രൂഷ കടന്നു വന്നുവെങ്കിൽ കർത്താവ് അഭിഷേകം നൽകി അങ്ങ് തിരിച്ചയക്കണം. അനുഗ്രഹം ഈ മക്കൾക്ക് ചൊരിയണം. താഴെ കൊച്ചു കൂട്ടായ്മയിലൂടെ എന്ത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ഈ മക്കൾ കടന്നു വന്നോ അതെല്ലാം ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സൗഖ്യമായി അനുഗ്രഹമായി നീ മാറണം, അഭിഷേകമായി മാറണം, രോഗശാന്തിയായി മാറണം, സമാധാനമായി നീ മാറണം. കർത്താവെ, ഇതിനെല്ലാം വേണ്ടി ഞങ്ങളിതാ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയാണത്. കർത്താവെ, അഭിഷേകത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ ശുശ്രൂഷ നീ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എല്ലാം മറന്നുകൊണ്ട് പാടുവാൻ, എല്ലാം മറന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, എല്ലാം മറന്നുകൊണ്ട് അഭിഷേകം ആഗ്രഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷ പ്രകാരമായിരിക്കും. നമ്മളൊരു പാട്ടുപാടി സ്തുതിച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം കുറിച്ച് ചെറിയൊരു മെസ്സേജ് തരും. പിന്നെ വീട് വെഞ്ചരിക്കും. അതിനുശേഷം ഒരു പാട്ടോട് പാടി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കൾക്കും വേണ്ടിയും കൈ പ്രാർത്ഥനയും നടത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി വന്നതാണല്ലോ. എങ്കിൽ ഈ 4 ശുശ്രൂഷകളിലൂടെ ഈ സമയം കൊണ്ടുപോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണട അടച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് അറിയാവുന്ന ഒരു പാട്ട് പാടി ശ്രദ്ധിക്കുന്നു. നമുക്കറിയാം, വചനപുസ്തകത്തിലുടനീളം കാണുന്നുണ്ട് ദൈവത്തിന് പ്രീതികരമായ ആളുകളെ കർത്താവ് എപ്പോഴും വിളിച്ച് ഒരു സമൂഹമാക്കി വെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ജനം എന്ന് പറയുന്നത് കർത്താവിന് പ്രിയപ്പെട്ട തമ്പുരാനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു. അവരെവിടെയൊക്കെ എപ്പോഴൊക്കെ വിഷമത്തിൽ പോയിട്ടുണ്ടോ അവിടെയെല്ലാം കൃത്യസമയത്ത് ദൈവം ആരെയെങ്കിലുമൊക്കെ വിട്ട് അവരെ നല്ല കർത്താവ് നമ്മളെ ഒരു സ്ഥലത്താക്കിയിരിക്കുന്നത് നമ്മൾ ദൈവജനമാണെന്ന് തിരിച്ചറിയത്തക്ക രീതിയിൽ ജീവിച്ച് മറ്റുള്ളവരെ കൂടെ അവന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് നമ്മൾ. അപ്പൊ ജനിച്ച് ഇത്രയും കാലമായിട്ട് നമുക്ക് ഇതുവരെ സാധിച്ചോ ഇല്ലയോ എന്ന് ഈ വൈകുന്നേര സമയത്ത് നിങ്ങളൊന്ന് ധ്യാനിക്കുന്നത് നന്നായിരിക്കും. കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ഇതുവരെയും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ആ സ്നേഹത്തിൽ തന്നെയാണോ, കർത്താവുമായി യോജിച്ചാണോ ഇരിക്കുന്നത്? തമ്പുരാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മകൾക്കും നമുക്കിതുവരെ സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ടോ? മനസ്സിന് സമാധാനമുണ്ടോ? ശരീരത്തിന് എല്ലാ സൗഖ്യമുണ്ടോ? സാമ്പത്തിക മേഖലകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടോ? ഇതൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ മനസമാധാനമില്ലാതെയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, ശരീരത്തിൽ രോഗങ്ങളും കൊണ്ട് കഷ്ടപ്പെടുകയാണെങ്കിൽ, അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവ് ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ പറഞ്ഞേ. 101-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കുമെന്ന്. അപ്പൊ രക്ഷ കർത്താവിന്റെ വാഗ്ദാനമായ യേശുക്രിസ്തുവിലൂടെ ആ രക്ഷ തന്നും കഴിഞ്ഞു. ഇനി സ്വന്തമാക്കിയാൽ മാത്രം മതി. അപ്പൊ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഒട്ടിയിരിക്കുന്നില്ല എങ്കിൽ, കർത്താവിന്റെ ഹിതമനുസരിച്ചല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിയിരിക്കുന്നത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയാവുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും എന്നും വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ
അങ്ങും ഇങ്ങും കിടന്ന് ഓടുക അല്ല വേണ്ടത്. കഷ്ടതയിൽ തമ്പുരാൻ കൂടെ ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടാകണം. ഈ കഷ്ടതയിൽ നിന്ന് അവൻ നമ്മളെ മോചിപ്പിക്കുകയും ചെയ്യും, മഹത്വപ്പെടുത്തുകയും ചെയ്യും. കഷ്ടതയില്ലെങ്കിൽ അതിൽ നിന്ന് അവൻ മോചിപ്പിച്ചാൽ നമ്മൾ തിരിച്ചറിയുമോ? അല്ലേ പറഞ്ഞേ? രോഗം വന്നാലല്ലേ രോഗസൗഖ്യം എന്താണെന്ന് അറിയോ? ലാസർ മരിച്ചുപോയി എന്നറിഞ്ഞപ്പോ കർത്താവ് സന്തോഷിക്കാൻ ചെയ്തെന്നാണ് വചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താ കാര്യം എന്നറിയാമോ? മരിച്ചെങ്കിലേ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കൊച്ചു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങളുടെ ഈ പ്രശ്നം കർത്താവിനെ അറിയാം, പക്ഷെ അവനോട് ചേർന്നിരിക്കുമ്പോൾ മാത്രമേ അതിനൊരു വിടുതൽ കിട്ടുള്ളൂ. അതിനാണ് ഞങ്ങൾ സീനായിൽ ശുശ്രൂഷയൊക്കെ വെച്ചിരിക്കുന്നത്. വരാത്തവരെല്ലാം അവിടെ വരിക, വന്ന് ഒന്ന് ചേർന്നിരിക്കാം. 4-5 ദിവസം കർത്താവിന്റെ കൂടെ ചേർന്നിരിച്ച് ഒരു മോചനം പ്രാപിക്കാം. വീണ്ടും പറഞ്ഞിരിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും വന്നവരെ കാത്തു രക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സൈന്യങ്ങൾ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഭവനം എത്ര മനോഹരമാകുന്നു. ഭവനത്തിൽ വസിക്കുന്നവർക്ക് ഭാഗ്യവാന്മാരാകുന്നു. അന്യ സ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. പുരുഷന്മാരുടെ കൂടാരങ്ങളേക്കാൾ ദൈവത്തിന്റെ വാതിൽപ്പടി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രഭാഷണ പുസ്തകത്തിൽ നിന്ന് അധ്യായം 11. നിങ്ങൾ കർത്തവ്യ നിഷ്ഠതയോടെ അനുഷ്ഠിക്കുക, വാർദ്ധക്യം വരെ ജോലി ചെയ്യുക. പാപിയുടെ നേട്ടത്തിൽ അസൂയ വേണ്ട. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമാനം. അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. എനിക്കിനി എന്ത് വേണം, എന്ത് സന്തോഷമാണ് കിട്ടാനുള്ളത് എന്ന് നീ പറയരുത്. എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, എന്ത് ആപത്ത് വരാനെന്നും പറയരുത്. ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു, കഷ്ടതയിൽ ഐശ്വര്യവും. മൃത്യുദിനത്തിലും പ്രവൃത്തിക്കൊത്ത പ്രതിഫലം നൽകാനും കർത്താവിന് കഴിയും. ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മാച്ചു കളയുന്നു. ജീവിതാന്ത്യത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്. മനത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. കർത്താവേ, ഞങ്ങൾ ഒന്നു ചേർന്ന് ഈ മകന്റെ ഭവനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കരങ്ങളിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ അഭിഷേകം കൊടുക്കണം കർത്താവേ. നിനക്ക് വേണ്ടി ഓടി നടക്കുന്ന ജിൻസിനെ കർത്താവിനെ അനുഗ്രഹിക്കണമേ. ഈ മകന്റെ എല്ലാ ആവശ്യങ്ങളിലേക്ക് നീ കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭവനത്തിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി, ഇവിടെ വസിക്കുന്ന സകല മക്കൾക്ക് വേണ്ടി ഞങ്ങൾ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു.
ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങയെ ഉപദ്രവിക്കുവാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെ ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ ഹൃദയവും പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മർഗരീത്ത മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മളൊരു പാട്ടുപാടി തീർച്ചയായിട്ടും നിങ്ങൾ ചിലരെങ്കിലും സീനായ ആലയത്തിൽ കടന്നു വന്നു അഭിഷേകം സ്വീകരിച്ച മക്കളാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുക ആ വിഷയം ഒന്നുകൂടി ഉജ്ജ്വലിപ്പിക്കുവാൻ ലഭിക്കുവാൻ വേണ്ടി, വരാത്ത മക്കൾക്ക് ഇപ്പോൾ ലഭിക്കുവാൻ വേണ്ടി ഇനി നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആഗ്രഹിക്കുന്നു ഇപ്പോൾ പാട്ടുപാടി സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ഗാനം സ്തുതിപ്പായി മാറ്റുമ്പോൾ എല്ലാം അറിഞ്ഞ് പ്രാർത്ഥിക്കണം. ധ്യാനത്തിന് ചൈതന്യത്തിലേക്ക് കർത്താവ് നിന്ന് ഉയർത്താൻ പോകുന്നു. ഈ ഭവനം ദൈവത്തിന്റെ ആലയമായി മാറുന്ന നിമിഷം ഈ മകന്റെ എല്ലാ അധ്വാനത്തെയും നമ്മൾ സമർപ്പിക്കുന്നു. രാത്രിയും പാലും ഓടി നടന്നുകൊണ്ട് ദൈവശിശ ഓടി നടക്കുന്ന നിമിഷം ആ മകന് കൊണ്ട് അനുഗ്രഹം പ്രാപിക്കട്ടെ. ഒപ്പം ഈ കൊച്ചു ഭവനത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കർത്താവാൻ അവസരം ഒരുക്കിയത് ജിൻസ് പറഞ്ഞു, ഒരുമിച്ച് കൂടുമെന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒത്തിരി വലിയ ഗ്രൂപ്പിനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ജിൻസിന്റെ പ്രാർത്ഥനയും അധ്വാനവും എല്ലാമാണ് നിങ്ങളവിടെ കൊണ്ടുവന്നത്. എങ്കിൽ പ്രിയ സഹോദര സഹോദരി, ഈ ഭവനത്തിനു വേണ്ടിയും ജിൻസിനു വേണ്ടിയും ഇവരെല്ലാം ആവശ്യങ്ങൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി നമ്മൾ കണ്ണുകളെല്ലാം അടയ്ക്കും, കരങ്ങളടിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കും. എപ്പോൾ അഭിഷേകത്തിന്റെ സമയമാകുന്നോ ആ സമയത്ത് പാട്ട് നിർത്തുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ മുട്ടുകുത്തുവോ നിൽക്കോ എന്തു വേണം ചെയ്തോ അത് അച്ഛൻ പറയുമ്പോൾ എല്ലാം മറന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് സൂചിച്ച് പാട്ട് പാടി ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവെന്നെ ഉണർത്തണമേ ഉണർന്നാലും ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഉണർന്നാലും ദേശമുണരും ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവെന്നെ ഉണർത്തണമേ Amen.
ജോഷുവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോഷുവയിലേക്ക് മോശയുടെ കൈവെപ്പിലൂടെ അഭിഷേകം ചെയ്യപ്പെട്ടു. ഇതിലേക്ക് ഈ അഭിഷേകം ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ തിമോത്തിക്ക് ഇത് 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്റെ കൈവെപ്പിലൂടെ കിട്ടിയ കൃപാവനം ഉജ്ജ്വലിപ്പിക്കുന്നു. എങ്കിൽ പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന്റെ ആത്മാവിന്റെ ഉജ്ജ്വലനം സംബന്ധിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവ് തരാൻ പോകുന്നു. ഞാൻ ചോദിക്കുന്നു, ലഭിക്കാൻ പോകുന്നു. ഇതാ ഒരുപക്ഷെ ദുഃഖങ്ങളായി വേദന കടന്നു, രോഗമായി കടന്നു നോക്കണ്ടാണ്, സാമ്പത്തിക പരാതിയുടെ കടന്നു നോക്കണ്ടാണ്, ഏതുമായിക്കൊള്ളട്ടെ, ഇപ്പോൾ ഈ കൈവെപ്പിലൂടെ കർത്താവ് നിനക്ക് തരുന്നതായിട്ട് നീ ഭാവന കാണുന്നു. നീ ആഗ്രഹിക്കുന്നു, അത് നിനക്ക് ലഭിക്കാൻ പോകുക. നീ ചോദിക്കുന്നു, അത് കിട്ടാൻ പോകുക. നമ്മളെ തന്ന് അനുഗ്രഹിക്കാൻ പോകുക. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിനക്ക് കടന്നു വരും. എല്ലാവരും ചെറുതായിട്ട് സ്തുതിച്ചോണ്ട് ദൈവിക ശക്തി കടന്നു വരാം, പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരാം.
മൂന്നാമത്തെ ഞായറാഴ്ച അവിടെ ധ്യാനം തുടങ്ങും. ഞായറാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച രാവിലെ എല്ലാവരും ഈ ആലയത്തിലേക്ക് കടന്നു വന്ന അഭിഷേകം സ്വീകരിക്കാൻ തയ്യാറാണ്. ഈശോയുടെ ചോദിക്ക് ഈശോ അവസാനം മാറ്റപ്പെടും, വേദിയൊരുക്കപ്പെടും. അഭിഷേകം നിറയ്ക്കുവാൻ കർത്താവിനെ വിളിക്കും. നീ നിന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കുക, വിശുദ്ധി പ്രാപിക്കുക, ശക്തി പ്രാപിക്കാൻ സൗഖ്യം നേടുവാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തും. ഈ നിമിഷത്തോട് നന്ദി പറഞ്ഞു, ഈ സിദ്ധാർത്ഥ നന്ദി പറഞ്ഞു. മക്കൾക്ക് വേണ്ടി സകല വിശുദ്ധാത്മാക്കളെ വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും.